സുജിത. ഓൾവേസ് ഞാൻ മെഡിക്കൽ കോഡിംഗ് ആണ് ഞാൻ നല്ലതായിട്ട് തോന്നിയത്, അതുകൊണ്ട് അത് ചൂസ് ചെയ്തു. അവോധയുടെ ഒരു പുതിയ കരിയർ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് സുജിതയാണ്. ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സുജിതയുടെ ബർത്ത്ഡേയും കൂടിയാണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ സുജിത. താങ്ക് യു. സുജിതയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സുജിതനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അപ്പം എന്തൊക്കെയാണ് സുജിത പറയൂ. എൻ്റെ പേര് സുജിത, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവോധയിൽ മെഡിക്കൽ കോഡിംഗ് ആണ് പഠിച്ചത്. നമുക്കിവിടെ 40 കോഴ്സുകളുണ്ട് അല്ലേ? അപ്പം അതിനകത്തുനിന്ന് പ്രത്യേകമായിട്ട് മെഡിക്കൽ കോഡിംഗ് മാത്രമായിട്ട് ചൂസ് ചെയ്ത് പഠിച്ചത് എന്തുകൊണ്ടാണ്? മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ കരിയറിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക നിൽക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ ഓൾവേസ് ഞാൻ മെഡിക്കൽ കോഡിംഗ് ആണ് ഞാൻ നല്ലതായിട്ട് തോന്നിയത്, അതുകൊണ്ട് അത് ചൂസ് ചെയ്തു. സുജിത ഇപ്പം ഓഫ്ലൈൻ സെന്ററിലല്ലേ പഠിച്ചത്? അപ്പോൾ ഏത് ഓഫ്ലൈൻ സെന്ററിലായിരുന്നു പഠിച്ചിട്ടുണ്ട്? ഞാൻ ഇവിടെ കൊച്ചി കാക്കനാടിലുള്ള ഓഫ്ലൈൻ സെന്ററിലാണ് പഠിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അവിടുത്തെ? ഓൾമോസ്റ്റ് ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചേഴ്സ് ആയാലും ICD ആയാലും CPT ആയാലും സിലബസ് ഒക്കെ നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു, നന്നായി ക്ലാസ് എടുത്തായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും പിള്ളേർ തമ്മിൽ നല്ല പൊരുത്തുണ്ടായിരുന്നു. ഞങ്ങൾ അസൈൻമെൻറ്റ്സ് ആയാലും എല്ലാം പറഞ്ഞു തരാനും എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതെ. സുജിതയുടെ ട്യൂട്ടർ ആരായിരുന്നു? എൻ്റെ ട്യൂട്ടർ സുമി മാം ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മാമിന് ഏത് സമയത്തും എനിക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റും, അതേസമയം ക്ലിയർ ചെയ്യുന്നതായിരുന്നു. എൻ്റെ അസൈൻമെൻ്റ് ആയാലും പഠിക്കുന്നതായാലും ഡൗട്ട് ചോദിക്കുന്നതിനനുസരിച്ച് മാം ക്ലിയർ ചെയ്തതായിരുന്നു. നല്ല ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ സുജിത ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തിക്കുകയാണ് അല്ലേ? അപ്പം നമുക്ക് ഈ അവോധയിൽ പഠിച്ചിട്ട് അതും പറയാൻ വിത്തിൻ 1 മന്ത് കൊണ്ടാണ് ഇപ്പൊ ജോലി കിട്ടിയിരിക്കുന്നത് അല്ലേ? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ ഒരു 20 ആണ്. സോ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ എന്താ പറയുക, ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം സ്വന്തം കാലിൽ നിൽക്കുക, ഈ ഒരു ചെറിയ പ്രായത്തിൽ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇപ്പോൾ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലായാലും എല്ലാത്തിനായാലും എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത് പറയാമോ? എനിക്ക് വേവ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. വേവ് ഓൺലൈൻ ഇൻഫോവേ, ഇവിടെ കൊച്ചി വൈറ്റ്ലയിലുള്ളതാണ്. ഈ 20ാമത്തെ വയസ്സിൽ ജോലി കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര വലിയ കാര്യമാണ്. അത് അവോധയിൽ പഠിച്ചിട്ട് വിത്തിൻ 1 മന്ത് കൊണ്ടാണ് ഇപ്പോൾ പ്ലേസ്മെന്റ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജിതയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. പെട്ടെന്നൊരു ജോലി അതേപോലെ തന്നെ ബർത്ത്ഡേ കൂടെ ഒന്നിച്ച് വന്ന ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹം തന്നെ ഇതിനകത്തുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് അവോധയുടെ ഭാഗത്തുനിന്ന് സുജിതയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. പഠിക്കാൻ വരുന്ന ഫ്യൂച്ചർ സ്റ്റുഡൻസിനോട് എന്താണ് സുജിതയ്ക്ക് പറയാനുള്ളത്? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നു ഞാൻ എല്ലാ ആർട്സാണ് പഠിച്ചത്. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാച്ചുലർ ഓഫ് ആർട്സ് ആണ് ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ബയോളജി ബാക്ക്ഗ്രൗണ്ടേ അല്ലായിരുന്നു.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനായാലും പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ICD ആയാലും അനാട്ടമി ആയാലും ഭയങ്കര ടഫാണ്, പഠിക്കാൻ പറ്റില്ല അങ്ങനെ ഇതുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതേ ഇല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റി. ക്ലാസ്സുകളായാലും മിസ്സുമാരുടെ ഭാഗത്തു നിന്നായാലും എല്ലാവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ ആർക്കായാലും ഇത് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അനാട്ടമി ഒന്നും എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ ഉൾപ്പെടെ പഠിച്ചതുകൊണ്ട് പറയുകയാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് സുജിത. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ വീണ്ടും പറയാണ് വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നമുക്ക് അവോദയുടെ ഭാഗത്തു നിന്നും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇനിയും എന്തെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവോദയുടെ എല്ലാ സപ്പോർട്ടും സുജിതയ്ക്ക് ഉണ്ടാവും. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.